പണ്ട് ഞാൻ ഈ ഒരു സിനിമ ചെയ്യാൻ പോകുന്ന സമയം ഇപ്പൊ സിനിമ ചെയ്യുന്നെന്ന് പറഞ്ഞു, ആ സിനിമ നടന്നില്ല. അപ്പൊ ഈ ആ സിനിമയ്ക്കും പിന്നീട് കാണുമ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായി വരും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വേറെ പരിപാടി പ്ലാൻ ചെയ്തു, അതും നടന്നില്ല. അപ്പോഴും പുള്ളി ഓൾ ദി ബെസ്റ്റ്, എപ്പോൾ കണ്ടാലും ഓൾ ദി ബെസ്റ്റ് പറയും പുള്ളി. അങ്ങനെ കറക്റ്റ് ആയിട്ട് തിരുവനന്തപുരത്ത് വെച്ച് പുള്ളി ഇങ്ങനെ നടന്നു വരാം, റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ പുള്ളി കൊണ്ട് ദൈവമേ അത് കേൾക്കണമെന്ന്, കാരണം പടം നടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഓടി ഒരു ബുക്ക് സ്റ്റോളിൽ അവിടെ ഇങ്ങനെ നിൽക്കുക, പുള്ളി പോയിട്ട് പോകുന്നു. അങ്ങനെയല്ലേ സന്തോഷമായിരുന്നു. അവര് ചിലപ്പോ വളരെ സിൻസിയർ ആയിട്ട് ചോദിക്കുന്നതും ആയിരിക്കാം. നമ്മളിപ്പോ ഷൂട്ടിങ് കഴിഞ്ഞാണോ വന്നതെന്ന് ചോദിക്കാം, അങ്ങനെ പലതും ചോദിക്കാം. സിനിമ ഒന്നും ഇല്ലാതെ ചോദിക്കുള്ളൂ, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഒരിക്കലും മുമ്പ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, ചില സിനിമകളുടെ ഭാഗമാവാൻ വേണ്ടിട്ട് അങ്ങനെ വിളിച്ചതാണ്, പക്ഷെ എനിക്കതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ തോന്നിയില്ല എന്നുള്ളത്. ഇപ്പൊ ഗെറ്റ് സെറ്റ് ബേബിക്ക് അങ്ങനെ സ്പോയിലേഴ്സ് ഇല്ലാതെ ഭാഗമാവാൻ തോന്നിയ കാര്യം ഉണ്ടാവും? അങ്ങനെ എനിക്ക് തോന്നുന്നു മിസ് ചെയ്ത ഒരു ഓപ്പർച്യൂണിറ്റി, പിന്നെ വിനയായിട്ടുള്ള സൗഹൃദം, അങ്ങനെയൊക്കെയാണ് അല്ലേ? നമ്മള് താരം ചെയ്യാൻ ഇരുന്നതായിരുന്നു, അപ്പൊ അങ്ങനെ താരം ചെയ്യാൻ പറ്റിയില്ല. ഉടനെ അടുത്തൊരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ അവർ വിളിച്ചു. അപ്പം എനിക്കിതിനകത്ത് അത്യാവശ്യം സ്പേസുള്ള ക്യാരക്ടർ തന്നെയാണ്. പിന്നെ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഇതിന് മുന്നേ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഡേറ്റ് ഒക്കെ കാരണം. ഒരുവിധം എല്ലാ സിനിമകൾക്കും തന്നെ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഈ ഡേറ്റ് ക്ലാഷും പല പ്രശ്നങ്ങളും ഒക്കെ കാരണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനൊരു സിനിമ വന്നപ്പം ഓക്കെ ചെയ്യാമെന്നുള്ളൊരു, ഞാനും ഉണ്ണി ഓക്കെ പറഞ്ഞിട്ട് നടക്കാതെ പോയ സിനിമകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉള്ളത് കൊണ്ട് ഓക്കെ എന്നാ ഇങ്ങനെ വരുമ്പം ഇതൊരു, നമ്മൾ ആദ്യമായിട്ടാണല്ലോ പേരപ്പ് ചെയ്യുന്ന സിനിമയിൽ ഒരു നല്ല ക്യാരക്ടർ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ്. ഇപ്പൊ ഈ ലവ് സ്റ്റോറി അധികവും ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിലായിരിക്കും പറയാ, അത് മാറി പെൺകുട്ടികളുടെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ അത് വലിയ വിജയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ജൂൺ, ഓം ശാന്തി ഓശാനൊക്കെ. അപ്പം അധികവും ഗൈനക്കോളജി അല്ലെങ്കിൽ ഗർഭകാലം അതൊക്കെ അധികം സ്ത്രീകളുടെ കണ്ണിലൂടെയാണ് കാണുന്നത്. ഇവിടെ അത് ഉണ്ണിമൂന്തന്റെ ക്യാരക്ടറിലൂടെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ഒരു രസം അതാണോ? അതുണ്ട്, അങ്ങനെ ഒരു രസമുണ്ട്. ഐ മീൻ ഇവരുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു കെമിസ്ട്രി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വിനയ് ട്രൈ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ ഈ പറയുന്നത് പോലെ ഒരു മെയിൽ പേഴ്സ്പെക്റ്റീവിലും ഈ ഒരു ഇഷ്യൂ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ആസ് എൻ ഇപ്പോ വിശേഷമായില്ലേന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതൊരു ആണുങ്ങളുടെ പേഴ്സ്പെക്റ്റീവിലും പറയുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയും കൂടെ പറയണമല്ലോ, അപ്പോഴാണല്ലോ അത് ശരിക്കും രണ്ടുപേരും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണല്ലോ. അങ്ങനെ ഈ ഇപ്പം നമ്മള് അധികമൊന്നും മലയാള സിനിമയിൽ മുമ്പ് ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങള് ഇപ്പൊ കുറച്ചും കൂടി എന്താ പറയാ ഫൺ ചേർത്തിട്ട് നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പം ഇതിനകത്ത് തന്നെ എങ്ങനെയാണ് ഒരു ഗൈനക്കോളജി, എങ്ങനെയായിരിക്കും IVF ട്രീറ്റ്മെന്റ് നടക്കുക, ഇതിന് നിങ്ങളൊരു എന്താ പറയാ സിനിമ എന്നുള്ള പ്രോസസ് അല്ലാതെ തന്നെ ഇത് ആളുകൾക്ക് ഒരു എഡ്യൂക്കേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിന് നല്ലതായിരിക്കും, അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഒക്കെ സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ നോക്കാറുണ്ടോ? അല്ല, IVF-നെ പറ്റി തന്നെ ഇപ്പൊ നമുക്ക് ഒരുപാട് സിനിമകള്, ഞാൻ തന്നെ ഒരു 8-10 കഥ കേട്ടിട്ടുണ്ട് IVF-നെ പറ്റി. ഞാനൊരു സീസണില് പോയിരുന്നു കഴിഞ്ഞാൽ കഥ കേൾക്കാൻ പോയിരുന്നു കഴിഞ്ഞാൽ അത് IVF ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസവിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ത്രീ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ. ഞാനിപ്പോ ഇവര് അവസാനം കഥ പറയാൻ വന്നപ്പോ ഞാൻ ചോദിച്ചു, എല്ലാരും എങ്ങനെയാ ഈ ഒരു സമയത്ത് ഈ IVF സിനിമകൾ പ്ലാൻ ചെയ്യണേ, എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ പെട്ടെന്ന് എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ആൾക്കാരുടെ അടുത്ത്. അപ്പം നമുക്ക് ചില കഥകൾ പറയുമ്പോൾ എന്താ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡോക്യുമെന്ററി സ്വഭാവം വരും. അപ്പൊ ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിൽ അത് ചിലപ്പോൾ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നും. പിന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കഥ പറയുമ്പോഴും അതിന് ചിലപ്പം പ്രശ്നം വരും. ഇതെന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഒരു ഇത്തിരിയുടെ കമേഴ്ഷ്യൽ പാക്കേജ് ആയിട്ടാണ് പറയുന്നത്. പല കാര്യങ്ങൾ പറയുന്നതിൽ അത് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇതും കൂടി ഫീഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള പോലെയാണ് ഇതില് അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ പറഞ്ഞു പോകുന്നത്. അപ്പം അത് കുറച്ചുകൂടെ സക്സസ് ആയി കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആവും എന്നുള്ളൊരു തോന്നലുണ്ട്. അതാണ് ഈ സിനിമയെ പറ്റി ആലോചിച്ചപ്പം ഈ കഥ കേൾക്കുന്ന കഥകളിൽ ഇത് കമേഴ്ഷ്യലി സംസാരിക്കുന്ന ഒരു കമേഴ്ഷ്യൽ പ്ലേസ്മെന്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിൽ ഇതും കൂടെ പറയുമ്പോൾ സിനിമ സക്സസ് ആയാൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതിനെ പറ്റിയും കൂടെ സംസാരിക്കും എന്നുള്ളതായിരുന്നു പോയിന്റ്. മറ്റേതാവുമ്പോൾ ചിലപ്പോൾ ഒരു ഡോക്യുമെന്ററി സ്വഭാവമായി പോകുന്നുള്ള കാരണം ഇങ്ങനെ ഒരു സബ്ജക്ട് ഒരു റെലവെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും, മൊത്തം സിനിമ നമ്മൾ ഇത് മാത്രം കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ജോൺ ചേട്ടൻ, ഇപ്പം ജോൺ ചേട്ടനോട് ഈ ചോദ്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്ന
ഇപ്പോൾ ഇപ്പൊ ഗെറ്റ് സെറ്റ് ബേബി നമുക്കൊരു ചിരി ഉണ്ടാക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന സിനിമയാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ജോണി ചേട്ടൻ ചെയ്തിട്ടുണ്ട്, മലയാളികൾക്ക് ഏറ്റവും അധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ. പക്ഷെ ഇപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇപ്പൊ കുട്ടികളിൽ വളരെയധികം വയലൻസ് കൂടുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പ്രിൻസിപ്പളിനോട് തട്ടിക്കയറി, പ്രിൻസിപ്പളിനെ പുറത്തു ഇറങ്ങിയാൽ കൊല്ലുമെന്ന് പറയാ, കുട്ടികൾക്കുള്ളിൽ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത്, പിന്നെ കുട്ടി റാഗ് ചെയ്തിട്ട് കുട്ടി 26ാം നിലയിൽ നിന്ന് എടുത്ത് ചാടുക, അങ്ങനെ മരണപ്പെടുക, അങ്ങനത്തെ വാർത്തകൾ കുട്ടികൾക്കിടയിലെ വയലൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ വരുന്ന സിനിമകൾ, ഇപ്പം മാർക്കോ ആയാലും കില്ലായാലും അനിമൽ ആയാലും, അതെല്ലാം വയലൻസ് ഒരുപാട് കൂടുതലാണ്, അതിന്റെ ഡീറ്റെയിലിംഗ് ഒരുപാട് കൂടുതലാണ്, അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ശരിക്കും ഈ സിനിമയുടെ വയലൻസ് ടോൺ ഡൗൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്ര വയലൻസേ പാടുള്ളൂ എന്ന് പറയുന്നത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ്, അതിനെപ്പറ്റി എന്താ ജോണി ആന്റണി എന്നുള്ള ഫിലിം മേക്കർ വിചാരിക്കുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ, ഞാൻ സിനിമ കണ്ടു തുടങ്ങുന്ന കാലത്തും സിനിമകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ അന്നും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന, കുടുംബം നന്നായി നടത്തുന്ന നസീർ സാറോ ജയൻ സാറോ ഒക്കെ പിള്ളേർ വീട്ടിൽ നല്ലതായിട്ട് മനിയന്മാരെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ എപ്പോഴും റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ആളുകളെയാണ്. അല്ലാതെ ഗബ്ബാർ സിംഗിനെ അല്ല എനിക്ക് ഇഷ്ടാനന്ദിനെ അല്ല അമിതാഭ് ബച്ചനെ ആയിരുന്നു എനിക്ക്. അത് ഓരോരുത്തർ കാണുന്ന നമ്മുടെ ഇതാണ്. അത് ഓരോരുത്തർ കാണുമ്പോൾ പിന്നെ ഈ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഈ വയലൻസ് അല്ലെങ്കിൽ ഇപ്പം ബ്ലേഡ് കൊണ്ട് മുറിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം, എനിക്ക് തോന്നുന്നു വീടുകളിലെ അവരുടെ ഒരു, ഞാൻ പറയല്ലോ, നമ്മൾ ചിലപ്പോൾ നല്ല മാതാപിതാക്കൾക്കായിരിക്കും വളരെ മോശമായിട്ടുള്ള, നമുക്കൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിലല്ല കുട്ടികളുടെ കാര്യം. എനിക്ക് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ, എനിക്ക് തോന്നുന്നു എപ്പോഴും അവരുടെ മേലെ ഒരു കണ്ണുണ്ടാകുക. പിന്നെ കുട്ടികളെ കരുണ അവരെന്താണ് ദയ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കുക. അത് നമുക്കൊരിക്കലും നമ്മുടെ ഒരു സ്വന്തം ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ മുറിക്കാൻ തോന്നുക അതുപോലെ തന്നെയല്ലേ വേറൊരാളെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് സിനിമയുടെ ഒരു പ്രശ്നമല്ലത്. ഇപ്പോൾ സിനിമ കാണാത്തവരും കൊലപാതകം ചെയ്യുന്നില്ലേ? സിനിമ കൊണ്ട് പ്രശ്നമല്ലത്. അത് കാണുന്ന ആംഗിളിൽ ഇപ്പം നമുക്കിപ്പോൾ ഞാൻ പറയാം, ഒരുപാട് ഒരു ഭയങ്കര കൊടും ക്രൂരനായ ഒരു വില്ലനെ ഇപ്പോൾ രജനി സാറിൻ്റെ മറ്റേ ഇപ്പോൾ ഇറങ്ങിയ പടം ജയിലറിലെ തല വെട്ടിക്കളയുന്നു, തിയേറ്ററിൽ കൈയടിച്ചു. കാരണം അതിനു മുമ്പ് അയാൾ ചെയ്യുന്നത് സംസാരിക്കുന്നത് അത്ര വൃത്തികെട്ട കാര്യങ്ങളാണ്. സാർ അപ്പൊ അത് ഓൾറെഡി ആ ടൈം, ആ സമയത്ത് ആ സിറ്റുവേഷനിൽ അത് ആളുകൾക്ക് ഓക്കെയാണ്. ഇത് വയലൻസിന് വേണ്ടി വയലൻസ് ആവരുത്. അതായത് ചുമ്മാ ഒത്തിനെ കൊല്ല, പിന്നെ അവരെ മറ്റേ കൊന്ന് വെട്ടി നുറുക്കി എന്നൊക്കെ പറഞ്ഞ് ഒത്തിനാ നേരെ പറഞ്ഞാൽ ഞാൻ പറയല്ല. എനിക്ക് ഒരുവിധപ്പെട്ട ഈ അടുത്ത കാലത്ത് ഇറങ്ങി 1-2 പടങ്ങൾ ഞാൻ കാണുമ്പോൾ എനിക്കായിരിക്കണേ ആ പോർഷൻ മാത്രം ഞാൻ പയ്യെ കാണാൻ അതുകൊണ്ട്, കാരണം നമുക്കൊരിക്കലും എനിക്ക് ഭയമാണ്, എനിക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ പേടിച്ചു ദൂരെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തന്നെ പറ്റാത്ത, നമ്മുടെ വീടുകളിൽ ദൈവം സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നൊരു കാര്യമാണ്. അങ്ങനത്തെ കാര്യം കാണുമ്പോൾ ഞാൻ പയ്യെ കാണാതിരിക്കും. നമ്മുടെ അത്ര സിനിമകൾ ഉണ്ടായിരുന്നല്ല പറഞ്ഞത്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ ആൾ ആസ്വദിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത് കണ്ടുകൊണ്ടൊന്നും ഒരിക്കലും ഒരാളും സിനിമ കണ്ടുകൊണ്ട് ഒരാൾ മോശമാണെന്നുള്ളത്, പിന്നെ മോശമാകുമ്പോൾ ഇരിക്കപ്പെട്ടവരെങ്കിൽ എന്തും മോശമാകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ മക്കൾ മോശമായിരിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കാം.